ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഒരു നൻപൻ കേട്ടിരുന്നു, ഒരു സുഹൃത്ത് ചോദിച്ചു, ചൊവ്വ ശനി യോഗം എന്ത് ഫലം തരുമെന്ന്. ഇത് ഒരു ഗ്രഹത്തെ കൊണ്ട് ഫലം പറയാൻ കുറേ കാര്യങ്ങൾ നോക്കണം. ആദ്യം പറയട്ടെ, എങ്കിലും ഞാൻ ആദ്യം ഫലത്തിലേക്ക് വരാം. ഇത് സ്ത്രീ ജാതകത്തിലാണെങ്കിൽ ചൊവ്വ ശനി യോഗം വിവാഹത്തെ വൈകിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്ത്രീക്ക് തിരുമണകാരകൻ വിവാഹകാരകൻ ചൊവ്വയായതുകൊണ്ട് ശനിയോട് ചേർന്നാൽ ശനി ചേരുന്ന ഭാവത്തിനൊക്കെ വൈകിക്കും എന്നുള്ള ഒരു ഫലമാണ് ഇവിടെ പറഞ്ഞത്. രണ്ടാമത്, കല്യാണം കഴിഞ്ഞാൽ തന്നെ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഭർത്താവിനെ കിട്ടാനുള്ള സാധ്യത കുറയും. അതായത് എത്തരത്തിലുള്ള ഭർത്താവിനെയാണോ വേണമെന്ന് വിചാരിച്ചത് അത്തരത്തിലുള്ള ഭർത്താവിനെ കിട്ടാനായിട്ടുള്ള സാധ്യത കുറയും. ഇത് നല്ല ബലമുള്ള രാശിയിലിരുന്നാൽ, ഉദാഹരണം മേഷരാശിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഉള്ള ഫലമായിരിക്കത്തില്ല. ആ ഗ്രഹം മകരരാശിയിലിരിക്കുന്നത്, മകരരാശിയിലാണ് ഈ യോഗമെങ്കിൽ ചൊവ്വയോട് ശനി ചേരുമ്പോൾ അത് നല്ല ഫലത്തെ ആയിരിക്കും തരിക ആ സ്ത്രീക്ക്. കാരണം മകരരാശി ചൊവ്വയുടെ ഉച്ചരാശിയാണ്, ശനിയുടെ സ്വക്ഷേത്രമാണ്. അപ്പോൾ ഡബിൾ ബലമായി. അപ്പോൾ ഭൂമി ലഭ്യമാവുക, വസ്തു വാഹനങ്ങള് ഇതൊക്കെ ലഭ്യമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഭർത്താവ് ഗവൺമെന്റ് ജോലി സർവീസുള്ള ആളാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു കാര്യം, സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഇത് വീടാണെങ്കിൽ പഴയ വീട്, അല്ലെങ്കിൽ ഒരാൾ പണിതിട്ട വീട് കിട്ടുക, വാഹനമാണെങ്കിൽ ഒരാൾ ഉപയോഗിച്ച വാഹനം കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചിലപ്പോൾ ഉണ്ടായാലും നല്ല ഗുണത്തെ നൽകും. മേഷലഗ്നത്തിലാണ് ഇരിക്കണമെങ്കിൽ, മേഷലഗ്നമല്ല മേഷരാശിയിലാണ് ഇരിക്കണമെങ്കിൽ ഇവിടെ ചൊവ്വയ്ക്ക് ബലമുണ്ട്, ശനിക്ക് ബലം കുറയാണ്. ശനിയുടെ നീചരാശിയും ചൊവ്വയുടെ സ്വക്ഷേത്രവും. ചൊവ്വയ്ക്ക് ബലമുണ്ട്, പക്ഷെ ശനി ഈ ബലത്തെ കുറയ്ക്കുകയാണ്. അപ്പൊ ഭർത്താവ് കല്യാണം നടക്കും, ചൊവ്വയെ കാണിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരാൽ പ്രശ്നങ്ങളുണ്ടാവും. ഭർത്താവിനെ, എംപ്ലോയീസിനെ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും, കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ കൊണ്ട് കുഴപ്പങ്ങളുണ്ടാവും, റോങ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത എടുക്കേണ്ട വരും. ഇത് എത്രാം ഭാവമാണെന്നുള്ളത് അടുത്ത വിഷയം. ഇത് 7th ഹൗസായിട്ട് കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ പറഞ്ഞ ഫലങ്ങൾ വരിക സ്ത്രീകൾക്ക്. ഇനി ഒരു പുരുഷനാണ് ഈ ചൊവ്വ ശനി ചേർക്കെ ഉള്ളതെങ്കിൽ അയാൾക്ക് ഏത് ഭാവമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ളത് ഒരു കാര്യം. ഇവിടെ ഭൂമി, വാഹനം ഒക്കെ ചൊവ്വയുടെ കാരകത്വം ഉള്ളത് കൊണ്ട് കോമൺലി പറയാം ഇതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നും അത് കിട്ടുന്നതിൽ കുറച്ച് ചലഞ്ചിങ് ആയിരിക്കുമെന്നും കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കിട്ടുക എന്നുള്ളത് ഒരു വസ്തുതയാണെന്നും വേണമെങ്കിൽ പറയാം. വീട്, വസ്തു, വാഹനമൊക്കെ കഠിനമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കേണ്ടി വരുമെന്ന് പറയാം. സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കേണ്ടി വരുമെന്ന് പറയാം. ഇപ്പൊ 3ാം ഭാവത്തിലാണെങ്കിലോ വീട് മാറാൻ സാധ്യതയുണ്ട്, ഒന്നിൽ കൂടുതൽ വീട് താമസിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്കിംഗ്, പബ്ലിക്കേഷൻ, ആസ്ട്രോളജി, ഇത്തരത്തിലുള്ള ഫീൽഡുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക, അത്തരത്തിലുള്ള ഫീൽഡുകളിൽ പ്രവർത്തിക്കുക, ഇതൊക്കെ ഉണ്ടാവുമെന്ന് വേണമെങ്കിൽ പറയാം 3ാം ഭാവം ആയതുകൊണ്ട്. പിന്നെ അത് ഏത് രാശിയാണ് എന്ന് വെച്ചിട്ട് അതിന്റെ ഫലം മാറും. കർക്കിടക ലഗ്നത്തിനാണ് 3ാം ഭാവമെങ്കിൽ ബുധന്റെ രാശിയായിട്ട് വരും അത്.
ചൊവ്വയ്ക്ക് ഇഷ്ടമല്ലാത്ത രാശി, ശനിക്ക് ഇഷ്ടമുള്ള രാശി, 3-ാം ഭാവം. എന്നാൽ നാഡി വിധി പ്രകാരം ചൊവ്വ ബുധനോട് ചേർന്നാൽ ബുധന്റെ കാരകത്വം ചൊവ്വ മേടിക്കുമെന്നും ആസ്ട്രോളജി, ഗണിതം, സോഫ്റ്റ്വെയർ ഈ മേഖലയിലൊക്കെ താല്പര്യമുള്ള ആളായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ കണക്ഷൻ ഉള്ള ആളായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കണക്ട് ചെയ്ത് ബലം എടുക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു ഗ്രഹച്ചേർക്ക് വെച്ചിട്ടുള്ള ബലം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ പോയി നോക്കണം. എവിടെ ഭാവം ഏതാണ്, ഭാവത്തിന്റെ ബലം എന്താണ്, രാശി ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് ചൊവ്വ ശനിയാണെങ്കിൽ ഈ ബലം, ഈ ശനി ചൊവ്വയാണെങ്കിൽ വേറെ ബലമാണ്. ആണിനായാലും പെണ്ണിനായാലും അവർക്ക് നിയമം സാർന്ന മേഖലയിൽ പോലീസ്, പട്ടാളം, മെഡിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡ്, ഓട്ടോമൊബൈൽ ഫീൽഡ് ഇതിലൊക്കെ കണക്ഷൻ വരാമെന്ന് പറയാം, ഇതിലൊക്കെ ജോബ് വരാമെന്ന് പറയാം, ഇതിലൊക്കെ സക്സസ് ഉണ്ടാവുമെന്ന് പറയാം. അങ്ങനെ ഗ്രഹങ്ങൾ ഏതാണോ ആദ്യം സഞ്ചരിക്കുന്നത് ആ ഗ്രഹം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയണം ഫലം, ഏത് രാശിയിലാണ് ഏത് ഭാവത്തിലാണെന്ന് വെച്ചിട്ട് പറയണം. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് കൺജങ്ഷൻ 3 ഡിഗ്രിക്കുള്ളിൽ വരും, അതിനപ്പുറം 5 ഡിഗ്രി വരെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിന്റെ എഫക്റ്റ് കുറയാൻ തുടങ്ങും. ഇതും നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അമൃതീശ്വരായ.